ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫാമിലി ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഫാമിലി ഹെൽത്ത് എഡ്യൂക്കേഷൻ നിങ്ങളെ കൗമാരപ്രായത്തിലെത്തിയ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. നിങ്ങൾക്ക് ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടും, പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടും, അധ്യാപകർ പറഞ്ഞുതരും, കൂട്ടുകാർ പറഞ്ഞുതരും, സമൂഹത്തിന്റെ നാനാരംഗങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും. അതിന് പുറമെ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും. അതിന് പുറമെ ഇപ്പോൾ ആധുനിക കാലത്ത് അവൈലബിൾ ആയ ലോകാന്തര വലയ നെറ്റിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ കിട്ടും. അപ്പൊ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ പല വിവരങ്ങളും ഇവരിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന്. പലപ്പോഴും നമുക്ക് വേണ്ട വിവരങ്ങൾ നമ്മൾ തെറ്റായ വിവരങ്ങൾ കിട്ടിയെന്ന് വരും. നമുക്ക് വേണ്ട അത്യാവശ്യ വിവരങ്ങൾ പലത് കിട്ടിയെന്നും വരത്തില്ല. അപ്പൊ പലപ്പോഴും നമ്മൾ ഇത് ആരോട് ചോദിക്കും, എങ്ങനെ ചോദിക്കും, എപ്പോൾ ചോദിക്കും, എവിടെ വെച്ച് ചോദിക്കും എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ തീർച്ചയായിട്ടും കൗമാരപ്രായത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് കൗമാരപ്രായത്തിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ശാരീരിക വളർച്ച. മറ്റു കാലഘട്ടമായിട്ട് നോക്കുമ്പോൾ കൗമാരത്തിലെ കുതിച്ചു ചാട്ടം, ശാരീരികമായിട്ടുള്ള വളർച്ച, പെട്ടെന്നുള്ള വളർച്ച, ആ വളർച്ചയെ തുടർന്ന് നിരവധി ശാരീരിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും വരും. ആകെ കൂടി ഒരു വലിയ അങ്കലാപ്പിൽപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ കൗമാരപ്രായം. നമ്മളത് ടീൻ ഏജ് എന്ന് പറയും. ടീൻ ഏജ് എന്ന് പറഞ്ഞാൽ എന്താ മോളെ? ടീൻ ഏജ്. ആർക്ക് പറയാനുള്ള ഉത്തരം? എല്ലാവരും കൂടെ പറയാൻ അറിയാവുന്നവരെ കൈ വെക്കണം. ടീൻ ഏജിന്റെ കറക്റ്റ് ആൻസർ പറയാമോ? നമുക്കറിയാം. കൈ വെക്കണം. ടീൻ ഏജ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പഠനകാലല്ലേ കൃത്യമായിട്ടുള്ള ഉത്തരം അറിയാവുന്ന ആരുണ്ട്? എത്ര പേരുണ്ട്? ഇവിടെ ഒരാൾ പറഞ്ഞു, അത് കേട്ടിട്ട് എല്ലാവരും കറക്റ്റായിട്ട് ഉത്തരം പറയാവുന്ന ആരുണ്ട്? ടീൻ ഏജ്. കൈ വെക്കാൻ മതി. നമുക്ക് അറിയേണ്ട പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞൂടാ. മനസ്സിലായല്ലോ? നമ്മളെന്താ ടീനേജ്?